സുഹൃത്തുക്കളെ, വെൽക്കം ടു ഹാക്സ് വായ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേലേച്ചാളാരി മുതൽ രാമനാട്ടുകര ഫ്ലൈ ഓവർ വരെയാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ. പക്ഷേ മുഴുവനായിട്ടും ഡ്രോൺ വീഡിയോ അല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ കാക്കഞ്ചേരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ആ ഭാഗത്ത് ഡ്രോൺ പറത്തുന്നതിന് റെഡ് സിഗ്നൽ അല്ലാത്ത ഭാഗത്തെ വിഷ്വൽസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചേളാരി ഓവർപാസുമ്പോൾ നമുക്ക് കണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു ഓവർപാസ് ഉള്ളതുകൊണ്ട് എന്തോരം തിരക്കാണ് വൈകുന്നേര സമയത്ത് മാത്രമല്ല, ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മേലെ ചേളാരിയിൽ ഈ ഓവർപാസിൻ്റെ അടിയിലാണ് ഇനി ടാറിങ് ചെയ്യാൻ ബാക്കിയുള്ളൂ. അതുകൂടി കഴിഞ്ഞുകാന്നുണ്ടെങ്കിൽ ഈ ഒരു കുറഞ്ഞ ഭാഗം തുറന്നു കൊടുക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വീഡിയോ ചെയ്തപ്പോൾ 2 ആഴ്ച കൊണ്ട് തുറന്നു കൊടുക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ചേളാരി ക്രാഷ് ബാരിയർ വെക്കുന്ന പരിപാടികളൊക്കെ എളുപ്പത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു ടാറിങ്ങിൻ്റെ പരിപാടി കൂടി കഴിയണം. അത് കഴിഞ്ഞാലേ തുറന്നു കൊടുക്കുള്ളൂ. അണ്ടർപാസിനടിയിൽ CTSPയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓവർപാസിനടിയിൽ കേട്ടോ. NH66 പണി നടക്കുന്ന മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് മേലെ ചേളാരി. ഇപ്പം മേലെ ചേളാരി താഴെ ചേളാരി ഒന്നുമില്ല, ഒക്കെ ഒരു ചേളാരിയാണ്. അപ്പോൾ ഇവിടെ 2 സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞ് അതിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുതിച്ചു പായാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. പക്ഷേ ഈ സൈഡിൽ ഇപ്പോഴും ഡ്രെയിനേജിൻ്റെ പണി പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല. ആ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തൊക്കെ ഡ്രെയിനേജിൻ്റെ പണികൾ തീരാനുണ്ട്. ഡ്രോണിൽ ഞാൻ എൻ്റെ ഹോം ലൊക്കേഷനൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ, അതായത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ചോദിച്ചൊക്കെ റെഡിയാക്കി കൊടുത്തപ്പോൾ ഈ റെഡ് സിഗ്നൽ വന്നത് ഈ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഈ ഒരു പരിസരത്ത്, അതിനൊരു 5 കിലോമീറ്റർ സർക്കിളിലാണ് റെഡ് സിഗ്നൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോൾ കാക്കഞ്ചേരി ഭാഗമൊക്കെ അതിൽ പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഫ്ലൈറ്റ് ഇറങ്ങുന്ന ഒരു ഇതായതുകൊണ്ട് അവിടെ എത്ര ഹൈറ്റിൽ പുറത്താൻ പാടില്ല. പിന്നെ ഹൈ റിസ്ക് ടു ഫ്ലൈ ഡ്രോൺ എന്നാണ് അതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ റെഡ് സിഗ്നലാണ്. പിന്നെ വെറുതെ നമ്മൾ റിസ്ക് എടുത്ത് പറത്തണ്ടല്ലോ. പക്ഷേ കോഹിനൂർ യൂണിവേഴ്സിറ്റി ഭാഗമൊക്കെ ഈ റെഡ് സിഗ്നലിൽ പെട്ട സ്ഥലമാണെന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് സാധനം നിന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അലാറം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് പറത്താൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഏതായാലും ഇതിനായിട്ട് വന്നതല്ല. അപ്പോൾ ഇനി കുറച്ച് ഗ്രൗണ്ട് ലെവലിലുള്ള കാഴ്ചകൾ കാണാം. ഗ്രൗണ്ട് ലെവലിലെ കാഴ്ചകളായിട്ടായിരുന്നു നമ്മളെ തുടക്കം. അപ്പോൾ അത് വന്ന വഴി നമ്മൾ മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പാണമ്പ്ര അണ്ടർപാസിൻ്റെ മുകളിൽ ഗഡറൊക്കെ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനടിയിൽ വാഹനത്തിന് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ടാറിങ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടില്ല. നമ്മൾ മണ്ണെടുക്കാനുണ്ട്. മണ്ണെടുത്തിട്ട് CTSPൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ടാറിങ് ഒക്കെ ചെയ്ത് ലെവലാക്കുമ്പോഴാണ് ഒന്ന് ഉഷാറാവുള്ളൂ. കൂരിയാട് അണ്ടർപാസിനടിയിൽ വെറ്റ് മിക്സിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. കൂരിയാട് അണ്ടർപാസ് ഇവിടെ അടുത്ത് ചിലപ്പോൾ പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കുന്നു തോന്നുന്നു. പക്ഷെ തുറന്നു കൊടുക്കുമ്പോഴാണ് ഇനി ഗതാഗതക്കുരുക്ക് വരിക. അണ്ടർപാസിൻ്റെ ഈ സൈഡിലും കട്ട വെക്കുന്ന പരിപാടികളൊക്കെ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാരിയമ്മൻ ഹലുവ ബസാർ. അപ്പോൾ പ്ലാന്റിൻ്റെ മുമ്പിൽ കാര്യമായിട്ടുള്ള പണികളൊന്നും പിന്നെ നടന്നിട്ടില്ല. ക്രാഷ് ബാരിയർ ഉണ്ടാക്കി വെക്കുന്ന പരിപാടികൾ എളുപ്പത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പപ്പട കമ്പനിയിൽ പപ്പടം നിർമ്മിക്കുന്നത് പോലെയാണ് ക്രാഷ് ബാരിയറോട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അത്രയും ക്രാഷ് ബാരിയറാണ്. ഇതൊക്കെ ഇനി പണി കഴിഞ്ഞ ഭാഗത്ത് കൊണ്ടുപോയിക്കാണ്ട് ഇങ്ങനെ ഓരോന്ന് വെക്കണം. അപ്പോൾ ഇവിടുത്തെ സ്ഥലം കാലിയുള്ളൂ. കോഹിനൂറിൽ പിന്നെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും നടന്നിട്ടില്ല. യൂണിവേഴ്സിറ്റിയിൽ പിന്നെ എന്താ വെച്ചാൽ അന്ന് കണ്ടതേപോലെ തന്നെയാണ്. അവിടെ മണ്ണെടുക്കുന്ന പരിപാടികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൈഡിൽ സർവീസ് റോഡിന് GSPൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ട് ഒരുപാട് കാലം. പക്ഷേ ഇപ്പോഴും നിലവിലുള്ള റോഡിൽ കൂടെ തന്നെയാണ് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കവാടത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ച് ആഴ്ചകൾ മുമ്പ് വാർത്താ ചാനലുകളിൽ മുഖ്യധാര പങ്കുവഹിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ ഒരു കവാടം ഇനി ഓർമ്മയാകാൻ പോകുക കേട്ടോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കവാടം അങ്ങോട്ട് മാറ്റുന്നുണ്ട്. ആ കവാടത്തിനുള്ള വർക്ക് KNR ആണ് ചെയ്തത്. കവാടത്തിൻ്റെ വർക്കല്ല, കവാടത്തിൻ്റെ റോഡിൻ്റെ വർക്ക് KNR ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പിന്നെ കാര്യമായിട്ടുള്ളൊരു മാറ്റമല്ല. 2-3 മാസം മുമ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. പക്ഷേ ആ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വാളിൻ്റെ പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂമി നഷ്ടപ്പെട്ടിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കാണ് സുഹൃത്തുക്കൾ. എത്ര പോരെ മരം മുറിച്ച് മാറ്റിക്കണപ്പെടുന്നു. ഒരുപാട് സ്ഥലം പോയിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക്. യൂണിവേഴ്സിറ്റിയുടെ പുതിയ കവാടം വരുന്നത് ഇവിടെ കേട്ടോ. ഈ ഭാഗത്താണ് കവാടം. ഇവിടെ വെച്ചിട്ടായിരുന്നു പ്ലാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ പണി തീർത്തത് KNR ആണ്. കവാടത്തിൻ്റെ പണി ഇനി എന്ന് തീരും സുഹൃത്തുക്കളെ, കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. റോഡിൻ്റെ പണി KNR പെട്ടെന്ന് തീർത്ത് കൊടുത്തിട്ടുണ്ട്. ചെട്ടിയാർമാട് ഓവർപാസ് തുറന്നു കൊടുത്ത് അതിൻ്റെ മുകളിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകുന്നത്. ഒരുപാട് കാലമായി തുറന്നു കൊടുത്തിട്ട്. പക്ഷേ ഈ ഒരു ഓവർപാസ് കണ്ടില്ല നിങ്ങൾ, എല്ലാ ഓവർപാസും ഇതേപോലെയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സുഖം ഉണ്ടായിരുന്നു. ഇപ്പോൾ കക്കാട് ഓവർപാസ് അതിൽ വാഹനങ്ങൾക്ക് ഓടിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ചേളാരി ഓവർപാസിൻ്റെ മേലെ കൂടെ വലിയ വാഹനങ്ങൾക്കൊക്കെ ഓടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ ഒരു ഇടുങ്ങിയ സ്ഥലമായതുകൊണ്ട്. പക്ഷേ ഇവിടെ കണ്ടില്ല ഞങ്ങൾ, ചെട്ടിയാർമാട് ബേപ്പൂര് ഭാഗത്തേക്ക് പോകുന്ന റോഡാട്ടോ. നല്ല അടിപൊളി റോഡാണ്, ഉഷാർ റോഡാണ്. ഇതിലൂടെ പോയിക്കൊള്ളിണ്ടിഞ്ഞ് ബേപ്പൂരിക്കൊക്കെ പോകും, ശാലിയം ഭാഗത്തൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഈ ഒരു ഓവർപാസിൻ്റെ അടിയിൽ CTSPയുടെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. മേലെ ചേളാരിയിൽ ഓവർപാസ്, അതേപോലെ കുളപ്പുറത്തുള്ള ഓവർപാസ്, ഇതൊക്കെ ഒരു
വലിയ വാഹനങ്ങൾക്കൊക്കെ ഓടിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. അതായത് 2 വാഹനങ്ങൾ റോട്ടിലുണ്ടാകുമ്പോൾ വലിയ വാഹനങ്ങൾക്ക് നല്ല സുഖത്തിൽ ഓടിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ചെട്ടിയാർമാടൊക്കെ കണ്ടില്ല നിങ്ങൾ, ചെട്ടിയാർമാട് കക്കാട് നല്ല സുഖമായിട്ട് ഓടിച്ചെടുക്കാം, നല്ല സ്ഥല സൗകര്യം ഉണ്ട്. അപ്പോൾ ഓവർപാസ് ഉള്ള സ്ഥലത്തൊക്കെ ഇത്ര ഒരു സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അധികം ബുദ്ധിമുട്ടില്ലാതെയൊക്കെ വലിയ വാഹനങ്ങൾക്കൊക്കെ ഓടിച്ചെടുക്കാം. ഇവിടെ പിന്നെ സർവീസ് റോഡ് തുറന്നു കൊടുത്ത് അതിലൂടെയാണ് കാക്കഞ്ചേരി ഭാഗം വരെ പോകുന്നത്. ഇവിടെയൊക്കെ വാളിൻ്റെ പണികൾ കഴിഞ്ഞിങ്ങനെ കേട്ടോ, നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കാസർഗോഡ് ഭാഗത്തുനിന്ന് വരുമ്പോഴാണ് ഈ ഭാഗത്തൂടെ പോയിട്ടുള്ളത്. അതിന് ശേഷം അങ്ങോട്ട് വന്നിട്ടില്ല. നല്ല മാറ്റം എന്ന് പറയാൻ നല്ല മാറ്റം ഉണ്ട്. ചെന്നൈ കഫേ ഇതൊക്കെ പുതുതായിട്ട് തുറന്നതാണല്ലോ. നല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. നമ്മൾ ഈ ഭാഗത്തേക്ക് വരാഞ്ഞിട്ടാണ് നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയാണ്ട് നമ്മളെ ഏരിയയിൽ മുറ്റത്തെ മുല്ലക്ക് മണലാറിന പോലെ മുറ്റത്തെ മുല്ലൻ്റെ കാഴ്ചകൾ നമ്മൾ നിങ്ങളെ കാണിച്ചില്ല. നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. അവിടെ കണ്ട് നിങ്ങൾ കട്ടൊക്കെ ഒരുപാട് ലെയറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സർവീസ് റോഡും ഡ്രെയിനേജും തമ്മിൽ ഏറ്റക്കുറച്ചിലുള്ളതുകൊണ്ട് ബൈക്കൊക്കെ നമ്മൾ സ്പീഡിൽ വന്ന് ഡ്രെയിനേജിൻ്റെ മുകളിൽ കയറ്റുമ്പോൾ ചെറുതായിട്ടൊരു ആട്ടം വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ അപകട സാധ്യത കൂടുതലുള്ളതാണ്. അപ്പോൾ ബൈക്കിലൊക്കെ പോകുന്നവരൊന്ന് സൂക്ഷിക്കുക. പല ഭാഗത്തും ഇത്തരത്തിൽ സർവീസ് റോഡും ഡ്രെയിനേജും തമ്മിൽ ഏറ്റക്കുറച്ചിലുണ്ട്. 2ാമത്തെ ലെയർ ടാറിങ് ചെയ്യുമ്പോൾ അതൊക്കെ കണ്ട് മാറിക്കോളൂ. ഏറ്റവും വലിയ അപ്ഡേറ്റ്, കാക്കഞ്ചേരി ഓവർപാസിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഷോർട്ട് കട്ടിങ്ങിൻ്റെ പരിപാടികൾ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാക്കഞ്ചേരി മാത്രമാണ് കുറച്ചൊരു ലാഗുള്ളൂ. അവിടുത്തെ പരിപാടി കൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ 1ാമത്തെ റീച്ചിൽ 3rd മൈൽ സ്റ്റോണും കഴിഞ്ഞു. 4ാമത്തെ മൈൽ സ്റ്റോൺ ഇങ്ങനെ കാത്തു നിൽക്കണ ആ ഒരു ഇതിക്കെത്തും. കാരണം ഒരു 70% പണികൾ കഴിഞ്ഞു. കാക്കഞ്ചേരിയിലെ ഈ ഇവിടുത്തെ ടാറിങ് ചെയ്യുന്ന പരിപാടി കൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പള്ളിക്കൽ ബസാർ കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകുന്ന റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഓവർപാസ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തായി ആ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാം. പക്ഷേ ഈ സൈഡിൽ വീതി അധികം ഇല്ല കേട്ടോ. ഈ സൈഡിൽ മലബാർ ഗോൾഡിൻ്റെ ആ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട്. പിന്നെ ഇവിടെ ക്രാക്ക് വന്നിട്ടുണ്ടെങ്കിൽ വെയിലിൻ്റെ ചൂട്, എന്താ ചൂട് കാര്യങ്ങൾ. ക്രാക്ക് ഉണ്ട് നിങ്ങൾ, നല്ല ക്രാക്ക് കേട്ടോ. ഇങ്ങനെ ക്രാക്ക് വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ വരഞ്ഞിട്ടില്ല. ഈ സ്ഥലത്തൊക്കെ ആ ഒരു ചൂല് ഉപയോഗിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ വരയിലുണ്ട്. അതായത് മാസ്റ്റിക് പാഡ് ഒട്ടിക്കാൻ അല്ലെങ്കിൽ ബിറ്റുമിന് പിടിക്കില്ലല്ലോ വരഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ വരയാത്ത സ്ഥലത്തൊക്കെ നല്ല ക്രാക്ക് വന്നിട്ടുണ്ട്. വരഞ്ഞ സ്ഥലത്ത് അത്ര ക്രാക്ക് വന്നിട്ടില്ല. എന്താണ് സംഭവം എന്നറിയില്ല, നല്ല ചൂടാണ് സംഭവം. ക്രാക്ക് വന്നു വെച്ചിട്ട് ആരും പേടിക്കണ്ട കേട്ടോ, സാധനം പൊട്ടിയൊക്കൊന്നുമില്ല. അത്രയും സേഫ്റ്റിയിലാണ് സാധനം ഉള്ളത്. കാക്കഞ്ചേരി കഴിഞ്ഞ് ഈ ഭാഗത്തൊക്കെ പണികൾ തകൃതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. മഴ അങ്ങോട്ട് മാറിയത് തന്നെ കണക്ക്. ഇവിടെ കണ്ടില്ല നിങ്ങൾ വാളിൻ്റെ പണികൾ, കട്ട വെക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങി. ഒരുപാട് കട്ട വെച്ചിട്ടുണ്ട്. ഏകദേശം 15 ലെയർ കട്ട വെക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ചേളാരിച്ചന്തനെ പറ്റി എല്ലാവർക്കും അറിയില്ല. ചേളാരിച്ചന്ത ഇപ്പോൾ എവിടെയാണ് ചേളാരിച്ചന്ത നടക്കുന്നത് എന്നൊക്കെ അറിയാൻ ഒരുപാട് ആളുകൾക്ക് ആകാംക്ഷയുണ്ടാവും. ചേളാരിച്ചന്ത നടക്കുന്നത് സുഹൃത്തുക്കൾ ഈ ഭാഗത്താണ്. ചൊവ്വാഴ്ച രാവിലെ വന്നിക്കാന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല തിരക്കാണ് ചേളാരിച്ചന്ത. പക്ഷേ പഴയ ചേളാരിച്ചന്തൻ്റെ ആ ഒരു പ്രൗഢിപ്പല്ല എന്ന് മാത്രം. പിന്നെ കാക്കഞ്ചേരിയിൽ കാര്യമായിട്ടുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ചന്തൻ്റെ ഭാഗത്തുള്ള പണി തന്നെയുള്ളൂ. അപ്പോൾ ഈ ഒരു പണി തകൃതിയിൽ നടന്നുകയെന്നുണ്ടെങ്കിൽ ചന്ത പിന്നെ ഇവിടുന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ ചന്തക്ക് നല്ലൊരു സ്ഥലം തപ്പി നടക്കുന്നുണ്ട്. ഇവിടെ വാളിൻ്റെ പണികളൊക്കെ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രെയിനേജ് വെക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടു. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി മണ്ണെടുക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞു. സ്പിന്നിങ് മില്ലിൻ്റെ ഭാഗമാണ്. ഇവിടെ ഒരു ഓവർപാസ് ഉണ്ട്. ഓവർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട്. റെഡിമെയ്ഡ് ഡ്രെയിനേജ് ആണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അതൊക്കെ ഇനി തമ്മിൽ യോജിപ്പിക്കാനുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു വാളിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അതായത് ആ സൈഡിൽ നല്ല ഉയരത്തിലുള്ള വാള്. ഇത്ര വലിയ വാൾ ഇത്ര വൃത്തിയിൽ നിർമ്മിച്ചത് 1ാമത്തെ റീച്ചിൽ ഞാൻ വേറൊരു ഭാഗത്തും കണ്ടിട്ടില്ല. എന്താ വൃത്തി പറയാം. പുട്ടിയ പരിപാടിയൊക്കെ കഴിഞ്ഞുള്ള അമ്മാരി ഫിനിഷിങ്, അടിപൊളി വർക്ക്. പറഞ്ഞാൽ ഇത് കണ്ടുകാന്നുണ്ടെങ്കിൽ ULCയുടെ വർക്കൊന്നും ഒന്നുമല്ല എന്ന് തോന്നിപ്പോകും. പിന്നെ മില്ലിൻ്റെ ഭാഗത്തുള്ള ഓവർപാസൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടെ മണ്ണെടുക്കുന്ന പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കായിരുന്നു. പക്ഷെ അതിനടിയിലാണ് പാറ വന്ന് പെട്ടത്. നല്ല കരിമ്പാറ പൊട്ടിച്ച് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കരിമ്പാറ ഉള്ളതുകൊണ്ട് മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ ലേഗാകും. മണ്ണെടുക്കുക എന്ന് പറഞ്ഞാൽ അധികം മണ്ണെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് മണ്ണ് ഇവിടെ നിന്ന് എടുക്കാനുള്ളൂ. ബാക്കി ഈ ഡ്രെയിനേജിൻ്റെ പണിയാണ്. ഈ ഓവർപാസ് ഉള്ള ഭാഗത്തൊക്കെ 2 സൈഡിലും ഡ്രെയിനേജ് വരും. അല്ലെങ്കിൽ സൂപ്പർ എലിവേഷൻ ഡിസൈൻ പ്രകാരം ഒരു സൈഡിൽ ഡ്രെയിനേജ് എന്തായാലും വരുന്നതാണ്. പിന്നെ ഈ പണി കഴിഞ്ഞ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബ് വെച്ചതിന് ശേഷം അതിന് മുകളിൽ ഈ ഒരു കനത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ മുകളിൽ. അപ്പോൾ ഈ ഒരു സാധനം അടിയിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്ത് തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട്. സൈഡിൽ കണ്ടില്ല നിങ്ങൾ, അതായത് 2 ഫ്രിക്ഷൻ സ്ലാബ് തമ്മിൽ ഇടയിൽ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ സിമെൻറ്റ് തേച്ചിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് വെക്കാനുള്ളത് വരെ കട്ട് ചെയ്തു. അപ്പോൾ ഡ്രോൺ പറത്തിക്കാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളൊക്കെ അറിയാന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ലെവലിലുള്ള വീഡിയോ തന്നെ വേണം. കണ്ടില്ല നിങ്ങൾ, ലൈറ്റ് വെക്കാനുള്ള ഗ്യാപ്പ് വരെ ചേലാമ്പ്ര ഇടിമേക്കിൽ ഭാഗത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രോൺ പറത്താൻ പോവുകയാണ് സുഹൃത്തുക്കൾ. അപ്പോൾ ഇതുവരെയുള്ള അതായത് ആ ഒരു കോയിനൂർ പാണാമ്പ്ര മുതൽ സ്പിന്നിങ് മില്ലിൻ്റെ കാക്കഞ്ചേരി ഭാഗം വരെ റെഡ് സോണിലാണത്. അതായത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ആ ഒരു സോൺ ആയതുകൊണ്ട് അവിടെ ഇത് കണ്ടെങ്കിൽ
സെൻസർ ഉള്ളതുകൊണ്ട് മാത്രം കഴിച്ചിലായതാണ്. കാരണം ഞാൻ നിൽക്കുന്നത് ആ ഭാഗത്താണ്. ഡ്രോൺ ഇങ്ങനെ റിവേഴ്സിലേക്ക് പോകുമ്പോൾ ഈ സെൻസർ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് നോക്കിയപ്പോഴാണ് ഈ ലൈൻ കമ്പി കണ്ടത്. ഏതോ ഒരു കട്ടക്കാലത്തിന് 1-ാം തീയതി തന്നെയാണ്. 1-ാം തീയതി പണി കിട്ടിക്കാന്നുണ്ടെങ്കിൽ അന്ന് ആലോചിച്ച് നോക്കിയാണ് കൊല്ലം മൊത്തം പോയിനി. അപ്പോൾ ഏതായാലും കഴിച്ചിലായിട്ടുണ്ട്. സെൻസർ ഉള്ളതുകൊണ്ട് 4 സൈഡിലും സെൻസർ ഉണ്ട് മിനി 4 പ്രോക്ക്, അതുകൊണ്ട് കഴിച്ചിലായി. ഇവിടെയൊക്കെ ഒരുപാട് ദൂരത്തിൽ ടാറിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞെങ്കിലും കേട്ടോ. പഴയ റോഡാണ് കാണുന്നത്, അതേപോലെ അവിടെ ഉണ്ട്. എന്തോ ഒരു സുഖമാണ് ഇവിടെ കയറ്റത്തിൽ വണ്ടി കൊടുക്കുമ്പോൾ അതിലൂടെ വരാൻ വരും. കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുമ്പോൾ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ചിലപ്പോൾ ലോറികളൊക്കെ ഇങ്ങനെ വെല്ല വരുള്ളൂ. അപ്പോൾ അയിക്കൂടെ എന്ത് കേട്ടോ, ഇക്കൂടാണ്ട് വന്നിക്കാന്നുണ്ടെങ്കിൽ പള്ളിൻ്റെ ഇക്കൂടെ അങ്ങോട്ട് കയറി പോകാം. കാക്കഞ്ചേരി ഭാഗത്തൊക്കെ ഡ്രോൺ പറത്തട്ടെ, ലോക്കൊക്കെ പൊട്ടിച്ചിട്ട് ഡ്രോണൊക്കെ പറത്താം. സംഭവമൊന്നുമില്ല. ആൾട്ടിറ്റ്യൂഡ് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതൊക്കെ മെയിൻ ചെയ്യാതെ പറത്തൊക്കെ ചെയ്യും. പക്ഷേ നമുക്ക് എന്താ പറയുക, ഞാൻ ഈ നിതിൻ ഗഡ്കരിനെ പറ്റി അതേപോലെ പിണറായി വിജയന് മലപ്പുറം ജില്ലയിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുഖ്യധാര പങ്കുവഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ, അതേപോലെ നിതിൻ ഗഡ്കരിയെ പോലും പറയുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ റിസ്ക് എടുത്ത് പറത്തിയിട്ട് നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് പ്രോജക്റ്റുകൾ കവർ ചെയ്യേണ്ട. അപ്പോൾ വെറുതെ ഇപ്പം തന്നെ ആ ഒരു തുടക്കത്തിൽ തന്നെ ആ ഒരു നെഗറ്റീവ് ഇതിക്കൊണ്ട് വരണ്ടല്ലോ. നാളെ തന്നെ വന്നുകൊണ്ട് മോനെ ഇവിടെ വാ, നിന്നോട് ആരോ അവിടെയൊക്കെ പറത്താൻ പറഞ്ഞു, ഇവിടെ വാടാറിങ്ങണ്ട് ആ പണിക്ക് നിൽക്കണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം പറത്തിയാൽ മതി. റെഡ് സിഗ്നലുള്ള സ്ഥലത്തൊന്നും ഞാൻ പറത്തൂല. അതിനിടയിൽ കാക്കഞ്ചേരിയുടെ ആ മനോഹരത പറയാൻ വിട്ടുപോയി സുഹൃത്തുക്കളെ. ഇവിടുന്ന് അങ്ങോട്ട് വളഞ്ഞ് ബൈപ്പാസ് വരെ റോഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് വരെയാണ്. ബൈപ്പാസ് ഇങ്ങോട്ട് കഴിഞ്ഞ് നമ്മളെ ജില്ലേൻ്റെ അതിർത്തി ഇങ്ങോട്ട് എത്തി കുറച്ച് ദൂരം സഞ്ചരിച്ചുകന്നുണ്ടല്ലേ, പിന്നെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് റോഡ് പോകുന്നത് സുഹൃത്തുക്കളെ. സൂപ്പർ എലിവേഷൻ ഡിസൈൻ പ്രകാരമുള്ള റോഡ് നിർമ്മാണമാണ്. അതായത് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞിട്ട്, കാരണം ബൈപ്പാസ് വരെ സ്ട്രെയിറ്റ് റോഡാണ് വരുന്നത്. ഇടിമുഴക്കൽ ഭാഗത്തു നിന്നാണ്ട് തുടങ്ങിയ വളവ് പൊന്നാനി കാപ്പരിക്കാട് ഭാഗം വരെ വളഞ്ഞിട്ടും പൊളഞ്ഞിട്ടും ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സൂപ്പർ എലിവേഷൻ ഡിസൈൻ പ്രകാരം റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഇടിമുഴക്കിൽ ഒരുപാട് ദൂരത്തിൽ 6 വരിയുടെ പണികൾ കഴിഞ്ഞതാണ്, പക്ഷേ ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. ഫ്രിക്ഷൻ സ്ലാബ് വെച്ചു. ഫ്രിക്ഷൻ സ്ലാബിൻ്റെ മുകളിൽ തമ്മിൽ യോജിപ്പിക്കുന്ന രീതിയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ വരെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടി ഈ ഇടിമുഴക്കിൽ ഭാഗത്ത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ചേലാമ്പ്ര ബാങ്ക് കവർച്ച ഓർമ്മയില്ല എനിക്ക്, ഒരുപാട് കാലമായി. അപ്പം അതിൻ്റെ ഫിലിമൊക്കെ വരുന്നുണ്ട് തോന്നുന്നു. മോഹൻലാൽ ഫഹദ്വാസിൽ വില്ലനായിട്ട് ഒരുപാട് കാലമായി ഫിലിമൊക്കെ വരുന്നുണ്ടെന്ന് പറയണം, എന്താണെന്ന് അറിയില്ല. കേരളത്തെ നെട്ടിച്ച ചേലാമ്പ്ര ബാങ്ക് കവർച്ച നടന്നത് ഈ ഒരു ഭാഗത്തായിരുന്നു സുഹൃത്തുക്കളെ. നിലവിലുള്ള റോഡാണ് കാണുന്നത്. ഇതാണ് NH66 ബൈപ്പാസ്, കോഴിക്കോട് ഫറൂഖ് രാമനാട്ടുകര ടൗണിലേക്ക് പോകുന്ന റോഡാണ്. ഇടതുഭാഗത്തുള്ള റോഡ് കേട്ടോ. അങ്ങനെ നമ്മൾ കോഴിക്കോട് ബൈപ്പാസിലോട്ട് കടന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. എന്താ വൈബ്, എന്താ വ്യൂ. KNR കമ്പനിയുടെ റീച്ച് ആരംഭിക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ് സുഹൃത്തുക്കൾ. ഇവിടെ നിന്നാണ് KNRൻ്റെ റീച്ച് ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് KMCയുടെ വർക്കാണ്. മലപ്പുറത്ത് കണ്ടതുപോലത്തെ അത്ര വേഗതയിലുള്ള വർക്കൊന്നും ഈ ഒരു റീച്ചിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഒരുപാട് ദൂരത്തിൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ അല്ല, കാരണം സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന റോഡാണ്. കുറച്ച് കട്ട വെച്ച് മണ്ണിട്ട് നിർത്താനുണ്ട്. പക്ഷെ ഒരു വർഷം കൊണ്ട് KMC കമ്പനി കുറച്ച് വേഗത കൂട്ടിയിട്ടുണ്ട്, ഗിയറൊന്നും മാറ്റിയിട്ടുണ്ട്. രാമനാട്ടുകര ഫ്ലൈ ഓവറൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് മുകളിൽ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുമെന്നറിയില്ല. ഏതായാലും ബിറ്റ്മെൻ ചെയ്യുന്ന പരിപാടികൾ ബാക്കിയുണ്ട്. നിലവിലുള്ള മേൽപ്പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാത കടന്നു പോകുന്നത്. അതായത് നിലവിലുള്ള ഈ ഒരു മേൽപ്പാലം 12 മീറ്റർ ഉണ്ട്. 3 വരി പാത നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വീതി 10.5 മീറ്ററാണ്. അതായത് 3.5 10.5 മീറ്ററാണ് ഒരു സൈഡിലുള്ള റോഡിന് വേണ്ടിയിട്ടുള്ള വീതി. രാമനാട്ടുകര ജംഗ്ഷൻ എയർപോർട്ട് റോഡാണ് സുഹൃത്തുക്കൾ ആ കാണുന്നത്. വലതുഭാഗത്തേക്ക് ഇങ്ങനെ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് ഇങ്ങനെ പോകും. എയർപോർട്ട് റോഡ് 4 വരിയാക്കുന്ന പരിപാടികളൊക്കെ ആരംഭിച്ചു എന്ന് കേട്ടിരുന്നു. സ്ഥലം ഏറ്റെടുക്കുന്ന പരിപാടികളൊക്കെ ഉടനെ തന്നെ ഉണ്ടാകുമെന്നൊക്കെ ന്യൂസിലുണ്ടായിരുന്നു. പക്ഷേ അത് ഫറൂഖ് ചുങ്കം വരെ നീട്ടണം എന്ന് പറഞ്ഞിട്ട് ആളുകൾ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ കേരള സർക്കാരിൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ കണ്ണൂരിൽ നിന്ന് കാലിക്കറ്റ് എയർപോർട്ടിലേക്കൊക്കെ വരുന്ന ആളുകൾക്ക് ഹൈവേയിൽ കൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വന്ന് പിന്നെ രാമനാട്ടുകര മുതൽ എയർപോർട്ട് വരെ 4 വരിയിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുമ്പോൾ എന്താണ് കേരളം വേറെ ലെവലെത്തി. ഈ ഒരു റോഡ് മാത്രമല്ല, കൊളപ്പുറം ടു കൊണ്ടോട്ടി ആ ഭാഗം 4 വരി ആക്കാനുള്ള പുറപ്പാടിലൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. എന്താണ് കറക്റ്റായിട്ടുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. ഏതായാലും പുതിയ അപ്ഡേറ്റുകളൊക്കെ ന്യൂസിൽ വരുന്നതായിരിക്കും. ഒരു നാട് എത്രത്തോളം വളർച്ചയിൽ എത്തി എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വർധനവ്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ വികസനം തന്നെത്താനെ തേടി വരും. എല്ലാ പാതകളും വികസിക്കട്ടെ, വ്യവസായ സ്ഥാപനങ്ങൾ കൂടട്ടെ. വ്യവസായ സ്ഥാപനങ്ങൾ കൂടുമ്പോൾ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം വരും, തൊഴിൽ കൂടും, അപ്പോൾ വികസനം വരും. വികസനത്തിന് എതിര് നിൽക്കുന്നത് നമ്മളോട് മാത്രമല്ല വരും തലമുറയോട് കൂടി ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറിക്കണം. ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട്, ഇതേപോലെ അല്ല ഇനി ഡ്രോണിലുള്ള കാഴ്ചകളായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് XY. See you again. Bye bye. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, see you tomorrow.